ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വുമൺ ഓഫ് ടുമാറോ, അതായത് സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ എന്നുള്ള ഒരു കോമിക്സിന്റെ സ്റ്റോറിനെ പറ്റിയിട്ടാണ്. എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതരുത്. റഫായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വുമൺ ഓഫ് ടുമാറോ എന്നുള്ള ഈ ഒരു കഥയെന്ന് പറയുന്നത് ഒരു സാധാരണ സൂപ്പർ ഹീറോ സ്റ്റോറി ഒന്നുമല്ല. ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പെയിൻ, ട്രോമ, റിവെഞ്ച്, ഹോപ്പ് ഇങ്ങനെയുള്ള പല ഇമോഷൻസിനെ ഒരു സ്പേസ് അഡ്വഞ്ചറിലോട്ട് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മുടെ സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ എന്നുള്ള ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ഗേൾ അഥവാ നമ്മുടെ കാറ സോറയിൽ എന്നുള്ള ക്യാരക്ടർ തന്നെയാണ്. കഥ തുടങ്ങുന്നത് തന്നെ നമ്മുടെ കാറയുടെ ആ ഒരു ബർത്ത്ഡേ ദിവസമാണ്. നമ്മുടെ സൂപ്പർമാനെ പോലെയല്ല, കാറയ്ക്ക് നമ്മുടെ ക്രിപ്റ്റോണിലെ പല കാര്യങ്ങളും ഓർമ്മയുണ്ട്. അതായത് സ്വന്തം പ്ലാനറ്റ് നശിക്കുന്നതും അവിടുത്തെ ആളുകൾ മരിക്കുന്നതും അവിടുത്തെ എല്ലാ നഷ്ടങ്ങളും, അതായത് ആ ഒരു പ്ലാനറ്റ് മൊത്തം ഇല്ലാതാവുന്നതും എല്ലാം നമ്മുടെ കാറയുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലർക്കിനേക്കാൾ ഭയങ്കര ഇമോഷണലി ബ്രോക്കൺ ക്യാരക്ടർ എന്ന് നമ്മുടെ ഈ ഒരു കാറിനെ പറയുന്നത്. ഒരു ദിവസം എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറ ഒരു റെഡ് സൺ നോക്കിയിട്ട് വേറൊരു പ്ലാനറ്റിലോട്ട് പോകുന്നുണ്ട്. അതായത് ആ ഒരു പ്ലാനറ്റിൽ ചെന്നതിന് ശേഷം റെഡ് സൺ കാരണം അവിടുത്തെ നമ്മുടെ ക്രിപ്റ്റോണൈൻ പവർ ഒന്നും നമ്മുടെ കാറയ്ക്ക് വർക്ക് ആവത്തില്ല. അപ്പം അവർക്ക് നോർമൽ ലൈഫും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് നമ്മുടെ കാറയെ കാണാൻ വരുന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ പേരാണ് റൂത്തി എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിന്റെ അച്ഛനായിട്ടുള്ള ക്യാരക്ടറിനെ ക്രം എന്നുള്ള ഒരു ക്രിമിനൽ വില്ലൻ, അതായത് ഒരു സ്പേസ് ബൗണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഈ ഒരു റൂത്തിയുടെ അപ്പനെ കൊല്ലുന്നുണ്ട്. അപ്പം അതിനുശേഷം അവളുടെ കയ്യിലുള്ള ഒരു മാജിക് സോഡും എടുത്ത് മോഷ്ടിച്ചിട്ട് സ്പേസിലോട്ട് കടന്നു കളയുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോറി പിന്നീട് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂത്ത് റിവഞ്ച് എടുക്കുവാണ്. ഈ ഒരു ക്യാരക്ടറിനെ പിടിക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ റിവഞ്ച് എടുക്കണം എന്നുള്ള രീതിയിൽ റൂത്ത് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു കുട്ടി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റത്തില്ല. അതിനായിട്ട് നമ്മുടെ സൂപ്പർ ഗേളിൻ്റെ ഹെൽപ്പിന് വേണ്ടി പോയി ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മുടെ കാർ അത് കേൾക്കത്തൊന്നുമില്ല. പിന്നീട് നമ്മുടെ ഈ ഒരു റൂത്തിയുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഈ ഒരു മിഷനിൽ നമ്മുടെ കാറേയും ജോയിൻ ആവുന്നുണ്ട്. അതിനുശേഷം സ്റ്റോറി മുഴുവൻ നമ്മുടെ കാറേയും റൂത്തിയും ഈ ഒരു ക്രമിനെ അന്വേഷിച്ച് പല പല ഗാലക്സികളിലൊക്കെ പോകുന്ന ഒരു അഡ്വഞ്ചർ സ്റ്റോറി ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു ജേണിയിൽ നമ്മുടെ പലതരം പ്ലാനറ്റ്, ബ്രൂട്ടൽ ഫൈറ്റ്സ്, ഇമോഷൻ മൊമെന്റ്സ്, അതേപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള പലതരം ഏലിയൻസ് എല്ലാം വന്ന് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോറിയുടെ റിയൽ ഫോക്കസ് എന്ന് പറയുന്നത് ആക്ഷൻ ഒന്നുമല്ല, ഇമോഷൻസ് തന്നെയാണ് ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു കോമിക്സ് സൂപ്പർ ഗേളിനെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ലോൺലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇമോഷണലി ടയേർഡ്, അല്ലെങ്കിൽ ഭൂമിയെ പോലും മറ്റൊരു പ്ലാനറ്റ് ആയിട്ട് മാത്രമാണ് നമ്മുടെ സൂപ്പർ ഗേൾ കാണുന്നത്. അപ്പോൾ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കാറ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കാറ അല്ലെങ്കിൽ സൂപ്പർ ഗേൾ ആ ഒരു ക്രിപ്റ്റോൺ കണ്ടിട്ടുണ്ട്. ആ ഒരു കിടിലം പ്ലാനറ്റ് നശിച്ച് അവിടുത്തെ ആ ഒരു ഡിസ്ട്രക്ഷനും സർവൈവ് എല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ കാർ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവളെ ഈ ഒരു സൂപ്പർമാനേക്കാൾ ഭയങ്കര പെയിൻഫുൾ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് മെയിൻ വില്ലൻ ആയിട്ടുള്ള ക്രം ഒരു ടിപ്പിക്കൽ വില്ലൻ ഒന്നുമല്ല. കാരണം ഈ ഒരു ക്യാരക്ടർ ഭയങ്കര സെൽഫിഷും ക്രൂവലും ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു കഥയ്ക്കകത്ത് പല ആൾക്കാരും, അതായത് പല ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരും സഫർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ക്രം എന്നുള്ള ഒരു ക്യാരക്ടർ കാരണമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ റൂത്തി എന്നുള്ള ക്യാരക്ടർ ഈ ഒരു റിവഞ്ച് എടുക്കുന്നതും, പക്ഷേ ഈ ഒരു റിവഞ്ച് സ്ലോലി ഡേഞ്ചറായി മാറുന്നുണ്ട്. വുമൺ ഓഫ് ടുമാറോ എന്നുള്ള ഈ ഒരു കോമിക്ക് മെയിൻലി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ റിവഞ്ച് ശരിക്കും പെയിൻ ഹീൽ ചെയ്യുമോ? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു ജേണിയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ റൂത്തി ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ കാറ ഇമോഷണലി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്നുണ്ട്. പക്ഷേ ആ ഒരു പെയിൻ മാത്രം അവരെ വിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ആണ് ആ ഒരു സ്റ്റോറി കൊണ്ട് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമിക്സ് പല ഫാൻസിനും ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള റൈറ്റിംഗ്, ബ്യൂട്ടിഫുൾ ആർട്ട് വർക്കാണ്. നിങ്ങൾ ആ ഒരു കോമിക്സ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു സ്പേസ് ഫാന്റസി ഒക്കെ അടിപൊളിയായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കോമിക്കുമാണ്. ഭയങ്കരമായിട്ടുള്ള ആ ഒരു മെച്ചർ സ്റ്റോറി ടെല്ലിംഗ് ഈ ഒരു കോമിക്സിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്ട്രോങ് ക്യാരക്ടർ ഡെവലപ്മെന്റും പരിപാടികളെല്ലാം ഈ ഒരു കോമിക്സിനകത്തുണ്ട്. അതുകൊണ്ടാണ് പല ഫാൻസും പറയുന്നത് സൂപ്പർ ഗേൾ ആരാണെന്ന് ആ ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു ബെസ്റ്റ് കോമിക്കാണ് നമ്മുടെ സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജെയിംസ് ഗൺ യൂണിവേഴ്സിൽ വരാൻ പോകുന്ന സൂപ്പർ ഗേൾ മൂവിയും വരാൻ പോകുന്നത്. ലൈവ് ആക്ഷനകത്ത് ഈ ഒരു സ്റ്റോറിയൊക്കെ ഫുൾ അഡാപ്റ്റ് ചെയ്യുമോ അതോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തോ ഇല്ല എന്നൊക്കെ നമുക്ക് എന്തായാലും ആ ഒരു പടം കണ്ടു തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു സൂപ്പർ ഗേൾ ഫാനാണോ അല്ലേ എന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.